നമസ്കാരം. ഈസി മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഇന്ന് നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് 2 മാത്സ് ക്വസ്റ്റ്യൻ 10 നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരാൾ കൃഷിഭൂമി 4,20,000 രൂപയ്ക്ക് വാങ്ങുന്നു. 1/3 ഭാഗം 20% നഷ്ടത്തിലും 2/5 ഭാഗം 25% ലാഭത്തിനും വിൽക്കുന്നു. 10% മൊത്തം ലാഭം ലഭിക്കണമെങ്കിൽ ബാക്കിയുള്ള സ്ഥലം എത്ര വിലയ്ക്ക് വിൽക്കണം? ഇത്രയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ 10% ലാഭം വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്ക്. 4,20,000 ആണ് നമ്മുടെ മുടക്ക് മുതൽ. ഇതിന്റെ 10% ലാഭം നമുക്ക് വേണം. 10% ലാഭം 10% കണ്ടെത്താൻ ഈസി ആണല്ലോ. അപ്പൊ 4,20,000 10% എന്ന് പറഞ്ഞാൽ 42,000 വരും. ലാസ്റ്റ് ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പൊ ആ 42,000 കൂടെ ചേർത്ത് വേണം നമുക്ക് ടോട്ടൽ എമൗണ്ട് ആയിട്ട് കിട്ടാൻ. അതായത് 0, 0, 0, 2, 6, 4 4,62,000 രൂപ നമുക്ക് ടോട്ടൽ കിട്ടണം. ക്ലിയർ അല്ലേ? ടോട്ടൽ കിട്ടണം. അപ്പൊ നമ്മുടെ ടോട്ടൽ ടാർഗറ്റ് 4,62,000 ആണ്. കാരണം മൊത്തം ലാഭം 10% ആയിരിക്കണമെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത്രയും നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇനി നമുക്ക് തുടങ്ങാം. ഈ 4,20,000 1/3 ഭാഗം 20% നഷ്ടത്തിൽ വിറ്റ്. അപ്പം 4,20,000 അതിന്റെ 1/3 ഭാഗം മീൻസ് 4,20,000 into 1/3. ഇത് വിറ്റത് 20% നഷ്ടത്തിനാണ്. 20% നഷ്ടം എന്ന് വെച്ചാൽ 4,20,000 1/3 ഭാഗത്തിന്റെ ഭാഗം 20% നഷ്ടത്തിനാ വിറ്റെങ്കിൽ ആ ഭാഗത്തിന്റെ 80%-നായിരിക്കും സെയിൽ കിടന്നേക്കുന്നത്. ശരിയല്ലേ? 20% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ 80%-ന് സെയിൽ കിടന്ന. അപ്പൊ അതിന്റെ 80% കണ്ടുപിടിച്ചാൽ മതി. 80%. ഈ ഒരു 0 ഈ ഒരു 0 ഇട്ട് കെട്ട്, ഈ ഒരു 0 ഈ ഒരു 0 ഇട്ട് കെട്ട്. ഈ 3ഉം ഈ 42 കൂടെ കട്ട് ചെയ്യാം. 4 ഒരു തവണ, ബാക്കി 1 12ൽ 4 തവണ 14. 14 into 8 14 into 8 എന്ന് അടിച്ചു നോക്ക്. 8 4 32 3 1 8 9 10 11. അപ്പം 1 12 പിന്നെ എത്ര 0 അവശേഷിക്കുന്നുണ്ട്? 112 വരും. അത് ഞാൻ 1 ഇട്ട് 2 ഒരു കോമ ഇട്ടെന്നേ ഉള്ളു കേട്ടോ. എത്ര 0 ഉണ്ട്? 1 2 3 0 മീൻസ് 1,12,000 രൂപ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1,12,000 രൂപ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി 2/5 ഭാഗം 25% ലാഭത്തിനും വിൽക്കുന്നു. അതായത് 4,20,000 2/5 ഭാഗം 2/5 ഭാഗം 25% ലാഭത്തിനും വിൽക്കുന്നു. അപ്പൊ 25% ലാഭത്തിന് വിറ്റെന്ന് പറഞ്ഞാൽ അതിനർത്ഥം 125%-ന് വിറ്റെന്ന. 4,20,000 2/5 ഭാഗം 25% ലാഭത്തിന് വിൽക്കുന്നു. മീൻസ് നമുക്ക് അതിന്റെ 125% കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ 125% കണ്ടുപിടിക്കും. ഇവിടുത്തെ 2 0 ഈ 2 0 ഇട്ട് കട്ട്. ക്ലിയർ അല്ലേ? ഈ 5ഉം 125 കൂടെ കട്ട്. 25 5 125 അല്ലേ? ഇപ്പൊ 25 കിട്ടും. ഓക്കെ. ഇനി 25 into 2 50 കിട്ടും. 50 42 into 50 ഒന്നുകൂടെ 2. ഇനി താഴെ ആരുമില്ല. ഇപ്പൊ 2 into 25 50 വരുവേ. 50 into 42 അടി. 50 into 42 42 into 5 അടിക്കുക. 2 10 1 ഈ 4 20 1 21. ഓക്കെ. 21 ഒരു 0 മീൻസ് 25 into 2 50. 50 into 42 ആണ് 210. 50 into 42 210 അല്ല 2,100 വരും അല്ലേ? 42 into 5 210. 25 into 2 50. 50 into 42 എന്ന് പറയുമ്പോൾ 2,100 വരും. പിന്നെ ഇവിടെ 2 0 കട്ട് ചെയ്യാതെ നിൽപ്പുണ്ട്. അപ്പൊ 2,10,000 രൂപ കിട്ടും. അപ്പൊ ടോട്ടലി നമുക്ക് ഇപ്പൊ എത്ര കിട്ടിയിട്ടുണ്ട്? 1,12,000 രൂപയും 2,10,000 രൂപയും കൂടെ കിട്ടിയിട്ടുണ്ട്. 0 0 0 2 2 3 3,22,000 രൂപ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. 3,22,000 രൂപ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ നോക്ക്. നമുക്ക് 10% ലാഭം കിട്ടണമെങ്കിൽ ബാക്കിയുള്ള സ്ഥലം എത്ര വിലയ്ക്ക് വിൽക്കണമെന്നാണ്. അപ്പൊ നമുക്ക് 10% ലാഭം കിട്ടണമെങ്കിൽ മൊത്തം കിട്ടേണ്ട വില 4,62,000 രൂപയാണ്. ആ 4,62,000 രൂപയ്ക്ക് ഇതിൽ വിറ്റ സ്ഥലത്തിനെല്ലാം കൂടെ 3,22,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 3,22,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി സ്ഥലം വിൽക്കേണ്ടത് കിട്ടും. ശരിയല്ലേ? മൊത്തം സ്ഥലത്തിന് നമുക്ക് കിട്ടേണ്ടത് 4,62,000 രൂപയാണ്. വിറ്റ സ്ഥലത്തിന് എല്ലാത്തിനും കൂടെ 3,22,000 രൂപ വന്നിട്ടുണ്ട്.
അപ്പം മൊത്തം കിട്ടേണ്ട വിലയ്ക്ക് അതൊന്ന് കിട്ടിയത് കുറച്ചാൽ ബാക്കി സ്ഥലം വിൽക്കേണ്ട എമൗണ്ട് കിട്ടത്തില്ലേ? ഇപ്പൊ കുറച്ചോ 0 ൽ നിന്ന് 0 പോയ 0, 0, 0, 2 ൽ നിന്ന് 2 പോയ 0, 6 ൽ നിന്ന് 2 പോയ 4, 4 ൽ നിന്ന് 3 പോയ 1, 1,40,000 രൂപ. ഓപ്ഷൻ എ. ഓക്കെ, സിമ്പിൾ കാൽക്കുലേഷനേ ഉള്ളു. കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അല്ലാതെ വലിയ ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. രണ്ടാമത്തെ ചോദ്യം, ഒരു ഗ്രൂപ്പിൽ 8:5 എന്ന അനുപാതത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഒരാൺകുട്ടിയും 3 പെൺകുട്ടികളും ചേർന്നാൽ അനുപാതം 3:2 മാറുന്നു. ഗ്രൂപ്പിലെ യഥാർത്ഥ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ആൺകുട്ടികൾ ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. ഇവരുടെ റേഷ്യോ 8:5 ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി ഈസി. 2 മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ രണ്ടും കേട്ടോളുക. ഓപ്ഷൻ ഉപയോഗിക്കാൻ ആദ്യം പറഞ്ഞുതരാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം അടുത്ത മെത്തേഡ് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 8:5 എന്ന് പറയുന്നുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് പെൺകുട്ടികളുടെ എണ്ണമാണ്. മീൻസ് പെൺകുട്ടികളുടെ എണ്ണം ഉറപ്പായിട്ടും പെൺകുട്ടികളുടെ റേഷ്യോ 5 അല്ലേ? അപ്പൊ 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആവത്തേ ഉള്ളൂ. അപ്പൊ ഈ ഓപ്ഷൻ പ്രകാരം 5ന്റെ മൾട്ടിപ്പിൾ ഒന്നുകിൽ ഓപ്ഷൻ എ ഉണ്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ഉണ്ട്. രണ്ടെണ്ണം. അപ്പൊ ഞാൻ തൽക്കാലം 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 15, 35 ഇത് രണ്ടും അല്ലേ ഉള്ളു. അപ്പൊ ഞാൻ തൽക്കാലം 15 എടുക്കുവാണ്. അപ്പൊ ഈ 5നെ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ആയപ്പോഴാണ് ഈ 15 കിട്ടുന്നത്? 3 അല്ലേ? അപ്പൊ അതേ 3 എടുത്ത് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും 24 ബോയ്സിന്റെ എണ്ണം കൂടെ കിട്ടും. അപ്പൊ ബോയ്സിന്റെ എണ്ണം 24, ഗേൾസിന്റെ എണ്ണം 15. ഓപ്ഷൻ എടുത്തതാണ്, ഫസ്റ്റ് ഓപ്ഷനാണ് എടുത്തേക്കുന്നത്. ഓപ്ഷൻ എ 15 നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിൽ പറയുന്നു ആൺകുട്ടി ഒരെണ്ണം ചേരുന്നു, 3 പെൺകുട്ടികളും ചേരുന്നു. അപ്പൊ നമ്മുടെ പുതിയ എണ്ണം നോക്ക്, 24 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു, ഒരു ആൺകുട്ടിയും കൂടെ ചേരപ്പോ 25 പേരാവും. 15 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, 3 പെൺകുട്ടികളും കൂടെ ചേരപ്പം 18 പേരാവും. അപ്പോൾ ഉള്ള റേഷ്യോ 25:18. 25നെ 18നെ കോമൺ ആയിട്ട് വല്ലതും കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഉള്ള റേഷ്യോ 3:2 ആയിരിക്കുമെന്നാ. ഇതിനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒരു കാരണവശാലും ഇല്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എ ഉത്തരവല്ല. ഓക്കെ, വീണ്ടും ഞാൻ ഇനി സാധ്യതയുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഡി 35. അതൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 8:5 തന്നിട്ടുണ്ട്. അപ്പൊ ഗേൾസിന്റെ എണ്ണമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അത് ഓപ്ഷൻ പ്രകാരം 35 എന്ന് ഞാൻ എടുക്കുന്നു. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 35 കിട്ടും? 7 അല്ലേ? അതേ 7 എടുത്ത് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. 8 56. ഈ 56 ആയിരിക്കും ബോയ്സിന്റെ എണ്ണം. ക്ലിയർ ആണേ? ഒരാൺകുട്ടി 56 1 57 പേരാവും. 3 പെൺകുട്ടികളും ചേർന്നാൽ 3 പെൺകുട്ടികൾ 35 3 38 പേരാവും. ഓക്കെ, 38 പേര്. അപ്പോൾ ഉള്ള 3 പെൺകുട്ടികളും ചേർന്നാൽ അനുപാതം 3:2 ആവുമെന്നാ. 3:2. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്ക്, 37നെ 38നെ കട്ട് ചെയ്യാൻ പറ്റുന്ന വല്ലവരും ഉണ്ടോ? 37 അല്ലല്ലോ, ഇത് എന്റെ പേര് 57. 57നെ 38നെ കട്ട് ചെയ്യാൻ പറ്റുന്നത് 38ന്റെ പകുതി 19. 19ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ 57? 2 വെച്ച് പറ്റത്തില്ല. പിന്നെ 38 ഉള്ള ഫാക്ട് 2 × 19 ആണ് 38. അപ്പൊ 19 ഉണ്ട്. ഇപ്പൊ 57 19ന്റെ മൾട്ടിപ്പിൾ ആണോ? 19ന്റെ 3 ആണോ നോക്ക്. 9 3 27 2 1 3 3 5. അപ്പൊ അപ്പുറം ഇപ്പുറം നമുക്ക് 19 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയാം. 57നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പം 3, 38നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ 2, 3:2 കിട്ടി. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 35. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാ ബെറ്റർ. പെട്ടെന്ന് കണ്ടെത്താം. 2 ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതിയല്ലോ. ഒന്ന് എ അല്ലെങ്കിൽ ഡി, രണ്ടിലൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അത്രയുള്ള അതിന്റെ കഥ. ഇനി നമുക്ക് ഇത് യഥാർത്ഥ വഴി വെറുതെ നോക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വെക്കോ, ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. യഥാർത്ഥ വഴി കൊണ്ട് കാണിച്ചു തരാൻ പോവാ. ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 8:5 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബോയ്സിന്റെ എണ്ണം തൽക്കാലം 8x എന്ന് വിളിക്കാം, ഗേൾസിന്റെ എണ്ണം 5x എന്നും വിളിക്കാം. 5x ഇതാണ് നോർമലി. ഇനി നമ്മുടെ ചോദ്യത്തിൽ പറയുന്നു, ഒരാൺകുട്ടിയും 3 പെൺകുട്ടിയും ചേർന്ന്, അതായത് ആൺകുട്ടി 8x ആയിരുന്നു, അതിനോടൊപ്പം 1 ചേർന്ന്. ഗേൾസിന്റെ എണ്ണം 5x ആണ്, അതിനോടൊപ്പം 3 ചേർന്ന്. അപ്പോൾ ഉള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഇതിൽ നിന്ന് x സോൾവ് ചെയ്യപ്പോൾ നമുക്ക് ഉത്തരം കിട്ടത്തില്ലേ? ഓക്കെ, ചുമ്മാ ഒരു കാര്യം പറയട്ടെ. A:B ദാറ്റ് ഈസ് ഈക്വൽ ടു C:D ആണ്. ആദ്യം അവസാനം തമ്മിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക, AD. അതിന് ഈക്വല ഈ നടുക്ക് കിടക്കുന്ന 2 മൾട്ടിപ്ലൈ ചെയ്യുന്ന BC. അപ്പൊ ഈ റേഷ്യോയിൽ എഴുതുവാണെങ്കിൽ ആദ്യം അവസാനം കിടക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക.
അതിന് ഈക്വല നടുക്ക് കിടക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ 8x+1 × 2 ചെയ്യുക. ഇപ്പൊ 2 കൊണ്ടുവന്ന് ഈ ചെറിയ നമ്പർ കൊണ്ടുവന്ന് ഇതിനകത്തിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 8x കൊണ്ട് 1 ഉണ്ട്. അപ്പൊ ഈ അവസാനം കിടക്കുന്ന 2 എടുത്ത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 കൊണ്ട് 8x മൾട്ടിപ്ലൈ ചെയ്താൽ 16x എന്ന് വരും. 2 കൊണ്ട് 1 മൾട്ടിപ്ലൈ ചെയ്താൽ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നടുക്ക് കിടക്കുന്ന 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 3 കൊണ്ട് 5x മൾട്ടിപ്ലൈ ചെയ്താൽ 15x എന്ന് വരും. പ്ലസ് 3 × 3 9. ഇതിൽ 15x ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ 16x മൈനസ് 15x 2 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവാം. 9 മൈനസ് 2. 16x നിന്ന് 15x പോയ 1x മീൻസ് 7. 9 നിന്ന് 2 പോയ 7 അല്ലേ? ഓക്കെ, എക്സിന്റെ വില 7. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് ഗേൾസിന്റെ യഥാർത്ഥ എണ്ണോ വേണ്ടുന്നത്. ഗേൾസിന്റെ യഥാർത്ഥ എണ്ണം 5x അല്ലേ? അപ്പൊ 5 × എക്സിന്റെ വില 7 35 എന്ന് കിട്ടും. അപ്പൊ ഗേൾസിന്റെ എണ്ണം 35. ഓപ്ഷൻ ഡി ഉത്തരം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം. 40 പേർ ദിവസത്തിൽ 8 മണിക്കൂർ ജോലി ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ ഒരു പാലം നന്നാക്കാൻ കഴിയും. 30 പേർ ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? ഇത് കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ട്. M1 D1 T1. വർക്കിന്റെ അളവുണ്ടായിരുന്ന ഇവിടെ W2 വന്നേനെ കേട്ടോ. അപ്പൊ വർക്കിന്റെ അളവ് ഇല്ലാത്തതുകൊണ്ട് M1 D1 T1 ദാറ്റ് ഈസ് ഈക്വൽ ടു M2 D2 T2. ഇതാണ് റിസൾട്ട്. വർക്കിന്റെ അളവും കൂടെ ഉണ്ടെങ്കിൽ ആ റിസൾട്ട് ഇതാണ്. M1 D1 T1 W2 ദാറ്റ് ഈസ് ഈക്വൽ ടു M2 D2 T2 W1. ഓക്കെ, ഇതിനകത്ത് M എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം, D എന്ന് പറഞ്ഞാൽ ഡേയ്സ്, T എന്ന് പറഞ്ഞാൽ ടൈം, W എന്ന് പറഞ്ഞാൽ വർക്ക്. രണ്ടാമത്തെ വർക്ക് ഇവിടെ എഴുതണ്ട, ഫസ്റ്റ് വർക്ക് അപ്പുറത്ത് തന്നെ എഴുതണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റിസൾട്ട്. M1 D1 T1 ദാറ്റ് ഈസ് ഈക്വൽ ടു M2 D2 T2. ഈ റിസൾട്ട് നിരത്തി പിടിച്ചെഴുതുക. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, 40 പേർ. അപ്പൊ ആളുകള് നമ്മൾ ഈ റിസൾട്ട് ഒന്ന് നിരത്തി പിടിച്ച് അങ്ങോട്ട് എഴുതണം. M1 D1 T1 ദാറ്റ് ഈസ് ഈക്വൽ ടു M2 D2 T2. ഇനി നിങ്ങൾ ചോദ്യം ഓർഡറിൽ വായിച്ചിട്ട് ആ ഓരോ നമ്പറും ഇട്ടുകൊടുത്താൽ മതി. ഈ ഇക്വേഷനകത്തോട്ട് 40 ആളുകൾ. ഇപ്പൊ ഇത് ആളുകളല്ലേ? M1. അപ്പൊ അതിന്റെ താഴോട്ടാ 40 എഴുതുക. ദിവസത്തിൽ 8 മണിക്കൂർ ജോലി ചെയ്ത്, അപ്പൊ ടൈം അല്ലേ അത്? T1ന്റെ നേരെ 8 എഴുതുക. 15 ദിവസത്തിനുള്ളിൽ D1 അല്ലേ? അപ്പൊ 15 എഴുതുക. ഒരു പാലം നന്നാക്കാൻ കഴിയും. പാലത്തിന്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ജോലി തീർക്കാൻ കഴിയും, അത്ര തന്നെ. ഇനി 30 പേർ ആളുകളാണ്, രണ്ടാമത് കണ്ട ആളുകളാണ്. അപ്പൊ M2ന്റെ നേരെ എഴുതുക 30. ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ, ദിവസത്തിന്റെ അടുത്ത് ഒന്നൊന്നും എഴുതല്, ഒരു ദിവസം ചെയ്യുന്ന ടൈമിന്റെ അളവാ തന്നേക്കുന്നത്. ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പൊ ടൈമാണ് 10. എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? D2 ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ D2 കണ്ടെത്താൻ 40 × 15 × 8 ഈക്വൽ ടു 30 × D2 × 10. ഈ D2 കണ്ടെത്താൻ ഈ 10 30 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പൊ ഈ സാധനത്തിനെ ഈ 30ഉം 10ഉം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ D2 കിട്ടത്തില്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ D2 ഈസ് ഈക്വൽ ടു ഇവിടെ ഉള്ളത് 40 × 15 × 8 ബൈ അതിനോടൊപ്പമുള്ള 2 നമ്പർ താഴെ കൊണ്ടുവരണം. 30 × 10. ഈ 0 ഈ 0 യുടെ കട്ട് ശരിയല്ലേ? ഈ 3ഉം 15 കൂടെ കട്ട്. 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും? 5. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും? 2. 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും? 2. ഇനി താഴെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 2 × 8 16 ദിവസം ഉത്തരം വരും. 16 ദിവസം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് തപ്പിപ്പോണം. ഉണ്ട്. ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ അല്ലേ? ചോദ്യം നമ്പർ 4. ചതുരാകൃതിയിലുള്ള ഒരു വയലിന് ചുറ്റുമുള്ള പാതയുടെ വീതി 3.5 മീറ്ററും അതിന്റെ വിസ്തീർണം, പാതയുടെ വിസ്തീർണം 105 മീറ്റർ സ്ക്വയറും ആണ്. മീറ്ററിന് 80 രൂപ നിരക്കിൽ വയലിന് വേലി കെട്ടുന്നതിനുള്ള ചെലവ് കണക്കാക്കുക. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ഇച്ചിരി കോംപ്ലിക്കേഷനാ, എന്നാലും നോക്കിക്കോ. ഇതാണ് നമ്മുടെ വയൽ. വയലിന്റെ ലെന്ത് L എന്നും വീതി B എന്നും വിളിക്കാം. അതിന് ചുറ്റും ഒരു പാതയുണ്ട്. ആ പാതയുടെ പരപ്പളവ് തന്നിട്ടുണ്ട്, മീൻസ് ഏരിയ, വിസ്തീർണം തന്നിട്ടുണ്ട്. 105 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഈ പാതയുടെ വിസ്തീർണം നിങ്ങൾക്ക് കണ്ടെത്താനുള്ള പരിപാടി അറിയാം, കണ്ടെത്താം. ഈ പാതയുടെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള എന്ത് ചെയ്താൽ മതി? ഈ വലിയ ചതുരം ഉണ്ടല്ലോ, ഈ പാതയുടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പാത, നടപ്പാത. കണ്ടോ? ഈ നടപ്പാതയുടെ വിസ്തീർണം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്ക്.
ഈ പുറത്തുള്ള ചതുരം ഉണ്ടല്ലോ അതിന്റെ പരപ്പളവിൽ നിന്ന് വിസ്തീർണത്തിൽ നിന്ന് അകത്തുള്ള ചതുരത്തിന്റെ പരപ്പളവ് കുറച്ചാൽ മതി. അപ്പൊ ഇത് നടപ്പാതയുടെ പരപ്പളവ് നടപ്പാതയുടെ വീതി ആൾറെഡി തന്നിട്ടുണ്ട് 3.5 ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 3.5 ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഫുൾ ലെന്ത് എന്ന് പറയുന്നത് ഈ എല്ലിനോടൊപ്പം ഈ 3.5 3.2 തവണ മീൻസ് 7 കൂട്ടുന്നതായിരിക്കും. അപ്പൊ ഈ എല്ലിനോടൊപ്പം 7 കൂട്ടി ഫുൾ ലെന്ത് കിട്ടും. അതായിരിക്കത്തില്ല ഈ ചതുരത്തിന്റെ നീളം, വലിയ ചതുരത്തിന്റെ നീളം L+7. ക്ലിയർ ആണേ? ഇനി നിങ്ങൾ നോക്ക്, ഇത് ബി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നടപ്പാതയുടെ വീതി 3.5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ടൊരു 3.5 കാണും. അപ്പൊ ഈ ബിനോടൊപ്പം ഇവിടെ ഒരു 3.5 ഇവിടെ ഒരു 3.5 കൂട്ടപ്പം 3.5 3.5 7. അപ്പൊ ഈ ബിനോടൊപ്പം 7 കൂട്ടപ്പം ഈ ലെന്ത് കിട്ടും, മീൻസ് ഈ ലെന്ത്. അപ്പൊ B+7 ആണിത്. ക്ലിയർ ആണേ? ഈ പുറത്തുള്ള വലിയ ചതുരത്തിന്റെ വിസ്തീർണത്തിൽ നിന്ന് അകത്തുള്ള ചെറിയ ചതുരത്തിന്റെ വിസ്തീർണം കുറയ്ക്കപ്പം നമുക്ക് ഈ നടപ്പാതയുടെ പരപ്പളവ് കിട്ടും. ഓക്കെ, അപ്പൊ വലിയ ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതിയാ. നീളം എന്ന് പറഞ്ഞാൽ L+7 ആണ്, ഇൻറ്റു വീതി എന്ന് പറഞ്ഞാൽ B+7 ആണ്. അതാണ് പുറത്തുള്ള ചതുരത്തിന്റെ പരപ്പളവ്, ഈ വലിയ ചതുരത്തിന്റെ പരപ്പളവ്. അതിൽ നിന്ന് അകത്തുള്ള ചതുരം L, B ആണ് നീളം, L ആണ് നീളം, B ആണ് വീതി. അപ്പൊ L B കൂടെ മൾട്ടിപ്ലൈ അപ്പൊ ഈ അകത്തുള്ള ചതുരത്തിന്റെ വിസ്തീർണം LB. ഓക്കെ, അത് കുറച്ച് കഴിയപ്പം പുറത്തുള്ള ചതുരത്തിന്റെ നീളം നമ്മൾ കണ്ടുപിടിച്ചു L+7, വീതി നമ്മൾ കണ്ടുപിടിച്ചു B+7. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ അപ്പം പുറത്തുള്ള ചതുരത്തിന്റെ പരപ്പളവ് ഏരിയ കിട്ടുന്നു. ഇനി അകത്തുള്ള ചതുരത്തിന്റെ പരപ്പളവ് എന്ന് വെച്ചാൽ അകത്തുള്ള ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നു. നിങ്ങൾ നോക്ക്, വലിയ ചതുരത്തിൽ നിന്ന് ഈ അകത്തുള്ളതും കളഞ്ഞാൽ പോരെ. അപ്പൊ വലിയ ചതുരത്തിന്റെ ഏരിയക്കകത്ത് നിന്ന് വിസ്തീർണത്തിൽ നിന്ന് അകത്തുള്ള ചെറിയ ചതുരത്തിന്റെ വിസ്തീർണം കുറച്ച് കഴിയപ്പം ഈ നടപ്പാത ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്ന പോർഷന്റെ വിസ്തീർണം കിട്ടും. അത് 105 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഈ L+7 × B+7 ഇതെങ്ങനെ ചെയ്യുന്നത്? L കൊണ്ട് B യെ മൾട്ടിപ്ലൈ ചെയ്യണം, LB. L കൊണ്ട് 7 മൾട്ടിപ്ലൈ ചെയ്യണം, 7L. 7 കൊണ്ട് B യെ മൾട്ടിപ്ലൈ ചെയ്യണം, 7B. 7 കൊണ്ട് 7 മൾട്ടിപ്ലൈ ചെയ്യണം, 49 മൈനസ് LB ദാറ്റ് ഈസ് ഈക്വൽ ടു 105. ഓക്കെ, ഈ LBയും മൈനസ് LBയും കൂടെ കട്ട്. 7L പ്ലസ് 7B. ഈ 49 ശേഷിക്കുന്നുണ്ട്, അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ 105 മൈനസ് 49. അപ്പൊ 105 49 കൊട്ടെ, 9 6 15, 9 4 എത്ര 5, 56 കിട്ടും. അപ്പം ഇതിനകത്ത് നമുക്കൊരു 7 കോമ എടുക്കാം. L+B ദാറ്റ് ഈസ് ഈക്വൽ ടു 105 49 പോയി, അതാ 56. ഈ 7 അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്ത് അല്പം L+B കിട്ടും. 56/7 എത്ര 8. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് L+B ആണ്. എത്ര 8. L+B കിട്ടി 8. ഇനി വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നമുക്ക് ഇനിയാണ് ക്ലിയർ ആയിട്ട് ചിന്തിക്കേണ്ടത്. വയലിന് വേലി കെട്ടുന്നതിന്, വയലെന്ന് പറഞ്ഞാൽ ഇതാ, അതിന്റെ പുറത്തുള്ള നടപ്പാതയ്ക്കൊന്നും വേലി കെട്ടണ്ട. ഈ വയലിന് വേലി കെട്ടുന്നതിന് മീറ്ററിന് 80 രൂപ നിരക്കിൽ എത്ര രൂപ ചെലവാകും? ഈ വയലുണ്ടല്ലോ അകത്ത് കാണുന്ന, ഈ വയലിന് വേലി കെട്ടണമെങ്കിൽ വയലിന്റെ ചുറ്റളവ് എടുക്കണം. ചുറ്റളവ് എടുത്തിട്ടല്ലേ വേലി കെട്ടുന്നത്? ചുറ്റളവ്. അപ്പൊ വയലിന്റെ ചുറ്റളവ് നോക്കണം. വയലിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ വയലിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ, വയലെന്ന് പറഞ്ഞാൽ റെക്ടാങ്കിളാ. ഈ റെക്ടാങ്കിളിന്റെ നീളം L, വീതി B, ചുറ്റളവ് അപ്പം എന്തുവാ 2 × L+B. 2 × L+B. അപ്പൊ 2 × L+B എത്ര 8, 16 8. അപ്പൊ 16 മീറ്റർ ചുറ്റളവുണ്ട്. അപ്പൊ 16 മീറ്റർ വേലി കെട്ട എത്ര രൂപ ചെലവാകും? അതായത് 1 മീറ്ററിന് 80 രൂപ നിരക്കി 16 മീറ്ററിന് എത്ര രൂപ ചിലവാകും നോക്കിയാൽ പോരെ. അപ്പൊ വേലി കെട്ടാൻ 16 മീറ്റർ ആണ് വേലി വരുന്നത്, കാരണം അതിന്റെ ചുറ്റളവ് 16 മീറ്റർ ആണ്. 1 മീറ്ററിന് 80 രൂപ നിരക്കിലാണ് ചിലവാകുന്നത്. അപ്പൊ 16 മീറ്ററിന് 80 രൂപ നിരക്ക് എത്ര ചിലവാകും? അപ്പൊ നമ്മുടെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാ. എങ്ങനെയാ? 16 മീറ്ററിനുണ്ട് 1 മീറ്ററിന് 80 രൂപയാണ്. അപ്പൊ 16 × 8 അടി 6 8 48, 4 8 8 8 4 12, അങ്ങനെ 1280 എന്ന് കിട്ടും. 1280. ഓപ്ഷൻ സി ഉത്തരം. ഓപ്ഷൻ സി. ഓക്കെ, 5ാമത്തെ ചോദ്യം. 10നും 100നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെയും ആകെത്തുകയെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത്. ചെയ്തു നോക്കാം. 10നും 100നും ഇടയിലുള്ള ഒറ്റസംഖ്യകളുടെ തുക എന്ത് ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് കണ്ടെത്താം.
അതായത് n സ്ക്വയർ ഉപയോഗിച്ച് കണ്ടെത്തുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അത് ഉപയോഗിക്കുകയല്ല, നോർമൽ സ്റ്റെപ്പ് അങ്ങ് ചെയ്യുവാണ്. 10നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ ലിസ്റ്റ് കണ്ടെത്തി കൂട്ടുന്നു, അത്ര തന്നെ. അപ്പോൾ 10നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 11 തൊട്ട് തുടങ്ങും. 11, പിന്നെ 13, പിന്നെ 15, പിന്നെ 17, അങ്ങനെ പോയി ലാസ്റ്റ് വൺ 99. അപ്പോൾ 11 തൊട്ട് 99 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടെത്തണം. അപ്പൊ ഇത് കണ്ടെത്താൻ വേണ്ടി ഞാൻ AP-യുടെ സഹായം തേടുവാണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം, ആദ്യ പദം പ്ലസ് അവസാന പദം. ഓക്കെ, ഇവിടെ n എത്രയെന്ന് വെച്ചാൽ 11 തൊട്ട് 99 വരെ എത്ര സംഖ്യയുണ്ട്? നിങ്ങൾക്കറിയാം 100 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന്. 100 വരെ 50 ഒറ്റ സംഖ്യയാണുള്ളത്, 50 എണ്ണം. ഓക്കെ, n കണ്ടെത്താൻ പോവാ. പക്ഷെ 100 വരെയുള്ള ഒറ്റ സംഖ്യ നമുക്ക് ആവശ്യമില്ല, 10ന് ശേഷമുള്ള ഒറ്റ സംഖ്യ മതി. ഇപ്പൊ 100 വരെ 50 ഒറ്റ സംഖ്യയുണ്ട്, 50 ഇരട്ട സംഖ്യയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യം. 10 മുതലുള്ള ഒറ്റ സംഖ്യ മതി എന്ന് വെച്ചാൽ ആദ്യത്തെ 10 താഴെയുള്ള ഒറ്റ സംഖ്യ വേണ്ടെന്ന. 1, 3, 5, 7, 9, 5 ഒറ്റ സംഖ്യ നമുക്ക് ആവശ്യമില്ല. അപ്പൊ ആ 5 എണ്ണം കളഞ്ഞാൽ പോരെ n കണ്ടെത്താൻ. 50ന്ന് 5 കളഞ്ഞ എത്ര? 45. അപ്പൊ 45 ഒറ്റ സംഖ്യ ഉണ്ട്. അല്ലെങ്കിൽ n കണ്ടെത്താനേ, അല്ലെങ്കിൽ ഒറ്റ വഴി n കണ്ടെത്താൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അവസാന പദം 99 മൈനസ് ആദ്യ പദം 11, പൊതുവ്യത്യാസം 2 അല്ലേ, ഒറ്റ സംഖ്യ ആകുമ്പോൾ പൊതുവ്യത്യാസം 2 വരത്തില്ലേ, +1. 99ന്ന് 11 പോയ 88 ബൈ 2 +1, 88 ബൈ 2 44 +1 45 എന്ന് കിട്ടും. അങ്ങനെ ചെയ്യാം, n കിട്ടും. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് തുക കണ്ടെത്താം. n എന്ന് പറഞ്ഞാൽ 45 ബൈ 2 ഇൻറ്റു ആദ്യ പദം 11 പ്ലസ് അവസാന പദം 99. ഓക്കെ, അപ്പൊ 45 ബൈ 2 ഇൻറ്റു ഈ 11ൽ 1 അങ്ങ് കൊടുക്കുമ്പോൾ 100, 100ഉം 10ഉം 110. ക്ലിയർ അല്ലേ? ഈ 2ഉം 110 കട്ട്, ഇപ്പൊ എത്ര കിട്ടും? 55. അപ്പൊ 45 ഇൻറ്റു 55 ആണ് നമ്മുടെ തുക. 10 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക 45 ഇൻറ്റു 55 ആണ്. നമുക്ക് കണ്ടെത്തേണ്ടത് ഈ തുകയെ എത്ര കൊണ്ട് ഹരിക്കണം? 3 കൊണ്ട് ഹരിക്കപ്പോൾ എന്ത് കിട്ടുമോ അതാ വേണ്ടുന്നത്. അപ്പൊ ഈ തുക എന്ന് പറഞ്ഞാൽ 45 ഇൻറ്റു 55, അത് നമുക്ക് ചെയ്യണ്ട. അതിനെ നമുക്ക് എത്ര കൊണ്ട് ഹരിക്കണം? 3 കൊണ്ട് ഹരിക്കണം. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ 3 45 കൂടെ കട്ട് ചെയ്യും, 15 കിട്ടും. കാരണം 15 3 45. അപ്പൊ നമ്മുടെ ആൻസർ 15 ഇൻറ്റു 55 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി 15 ഇൻറ്റു 55 അടിച്ചാൽ മതി. 55 ഇൻറ്റു 15, 5 25, 2 ഓരഞ്ച് 5 6 7. ഈ 75 വീണ്ടും ഒരു വട്ടം കൂടെ വരുമല്ലോ, കാരണം ഈ 5 വെച്ച് 15 മൾട്ടിപ്ലൈ ചെയ്യപ്പോഴും 75 തന്നെ. അപ്പൊ 5 7 5 12 1 8 825. അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ലല്ലോ, 825. ഉത്തരവില്ല, അല്ലാതെ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഓക്കെ, അപ്പം 10നും 100നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെ ആകത്തുകയെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത്. ഒന്നുകൂടെ ചെക്ക് ചെയ്തോട്ടെ. 100 വരെ 50 ഒറ്റസംഖ്യ, 10 വരെ 5 എണ്ണം, ഇപ്പൊ 50ന്ന് 5 എണ്ണം പോയാൽ 45 ഒറ്റസംഖ്യ ഉള്ള. അപ്പൊ 10നും 100നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെ ആകത്തുക നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. 11 തൊട്ട് 99 വരെ n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. n എന്ന് പറഞ്ഞാൽ 45 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടൈം 11, ലാസ്റ്റ് ടൈം 99. ഇപ്പൊ 45 ബൈ 2 ഇൻറ്റു 11 100 110. 110ന്റെ പകുതി 55 ആണല്ലോ, 55. അപ്പൊ 45 ഇൻറ്റു 55 ആണ് നമ്മളുടെ സംഖ്യകളുടെ തുക. അപ്പൊ ആ തുകയെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ സമ്മിനെ 3 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ 45 ഇൻറ്റു 55 ഡിവൈഡ് ബൈ 3. 45 3 കൂടെ കട്ട് ചെയ്ത് 15 കിട്ടുന്നു. 15 ഇൻറ്റു 55 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 55 ഇൻറ്റു 15 അടിക്കുന്ന 5 25 2 ഓരഞ്ച് 5 25 26 27 ഓരഞ്ച് 5 ഓരഞ്ച് 5 5 7 5 12 ഇഷ്ടം 1 5 2 7 1 8 825. അപ്പൊ നമ്മുടെ ഉത്തരം 825 എന്ന് കിട്ടും. അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഓപ്ഷനിൽ ഉത്തരവില്ല എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. നോക്കാം, 5ാമത്തെ ചോദ്യം തന്നെ. നമ്മുടെ ഓപ്ഷനിൽ അതിനകത്ത് ഉത്തരം കണ്ടില്ല, മലയാളം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്തപ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് നോക്കിയിട്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴാണ് ഇതിനകത്തൊരു പ്രശ്നം മനസ്സിലായത്. The sum of all odd integers between 10 and 100 divisible by 3. ഇതിന്റെ അർത്ഥം ഇതാണ്. ഓക്കെ, നേരത്തെ എഴുതിയ മലയാളം ക്വസ്റ്റ്യൻ അല്ല ഇതിന്റെ അർത്ഥം. 10നും 100നും ഇടയിലുള്ള 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എല്ലാ ഒറ്റ സംഖ്യകളുടെയും തുക എന്ത് എന്നതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, 10നും 100നും ഇടയിലുള്ള
3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എല്ലാ ഒറ്റ സംഖ്യകളുടെയും തുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 10നും 100നും ഇടയിലുള്ള 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എല്ലാ ഒറ്റ സംഖ്യകളുടെയും തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കിയാലോ. ഇപ്പൊ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളിൽ ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദ്യം. ഇപ്പൊ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ആദ്യം 12 ആണ്. 10നും 100നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകളെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ ലിസ്റ്റ് ഒന്ന് എഴുതാം. എന്നിട്ട് അതിൽ നിന്ന് ഈവൻ നമ്പറിനെ വെട്ടിക്കളഞ്ഞാൽ പോരെ. അപ്പൊ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ തുകയാണ് വേണ്ടുന്നത്. അത് ഒറ്റ സംഖ്യ ആയിരിക്കണം. അപ്പൊ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 10 കഴിഞ്ഞിട്ട് ആദ്യം വരുന്നത് 12, പിന്നെ 15, പിന്നെ 18, പിന്നെ 21, പിന്നെ 24, പിന്നെ 27, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അത് നമുക്ക് ഈവൻ നമ്പേഴ്സ് വേണ്ട, ഓഡ് നമ്പർ മതി. ബാക്കിയുള്ളതെന്ന് എഴുത്. 15, 21, 27. ഇതിപ്പോ 6 കൂടിക്കൊണ്ടിരിക്കുക. 15, 6, 21, 21, 6, 27, 27, 6, 33, 33, 6, 39. ഇങ്ങനെ പോകുന്ന ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണെന്നാ ചോദ്യം. വേണമെങ്കിൽ കുറച്ചേ ഉള്ളു, എഴുതിയും കൂട്ടാം. ഇത് ചുമ്മാ എഴുതിയും കൂട്ടാം നമുക്ക്. കേട്ടോ, മൊത്തം ഫുൾ എഴുതിയിട്ട് ആദ്യത്തതും അവസാനത്തതും ഇങ്ങനെ സെക്കൻഡ് ലാസ്റ്റ് അങ്ങനെ കൂട്ടി വന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് കിട്ടും. ഓക്കെ. ഇല്ലെങ്കിൽ ഇത് കണ്ടെത്താൻ, ഇതാ നമുക്ക് കണ്ടെത്താൻ. ഇത് AP ആണല്ലോ. APയുടെ തുക കണ്ടെത്താനുള്ള റിസൾട്ട് എന്തുവാ? n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. അപ്പൊ ലാസ്റ്റ് ടൈമും കൂടെ നമുക്കൊന്ന് എഴുതാം. ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 100-നകത്തിരിക്കുന്ന 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന അവസാനത്തെ സംഖ്യ 99 അല്ലേ. 99 ഒറ്റ സംഖ്യയാണ്, 3 കൊണ്ട് ഹരിക്കാനും പറ്റും. അപ്പൊ ലാസ്റ്റ് ടൈം 99. ഓക്കെ. അപ്പൊ n/2 ഇൻറ്റു ഈ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം ഇതാണ്, ലാസ്റ്റ് ടൈം ഇതാണ്. പക്ഷെ n ആവശ്യമുണ്ട്. അപ്പൊ n കണ്ടെത്താൻ വേണ്ടിയിട്ട് n എന്ന് പറഞ്ഞാൽ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇവിടെ അവസാന പദം 99 മൈനസ് ആദ്യ പദം ആരാ? 15 ബൈ പൊതുവ്യത്യാസം എത്ര വെച്ചാ കൂടുന്നത്? 15, 6, 21, 21, 6, 27, 27, 6, 31. 6 വെച്ചല്ലേ കൂടുന്നത്. അപ്പൊ പൊതുവ്യത്യാസം 6 പ്ലസ് 1. 99 15 പോട്ടെ 4, 9 1 8. അപ്പൊ 84 ബൈ 6 പ്ലസ് 1. 84നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. 6 കൊണ്ടാണേ. 1 6, 2 4, 6 4 24. അങ്ങനെ 14 എന്ന് കിട്ടും. പ്ലസ് 1 15 എന്ന് കിട്ടും. അപ്പൊ n-ന്റെ വില 15. ക്ലിയർ അല്ലേ? അപ്പം n-ന്റെ സ്ഥാനത്ത് 15 ഇട്ട് കൊടുക്കുന്നത് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടൈം 15 പ്ലസ് ലാസ്റ്റ് ടൈം 99. അങ്ങനെ 15 ബൈ 2 ഇൻറ്റു 99ഉം 15ഉം കൂടെ ആഡ് ചെയ്യുന്നു. 9 5 14, 10 1 11, 114. അങ്ങനെ 2 114 കൂടെ കട്ട് ചെയ്യുന്നു. 100ന്റെ പകുതി 50, 14ന്റെ പകുതി 7, അങ്ങനെ 57 എന്ന് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫൈനൽ ഉത്തരം 15 ഇൻറ്റു 57 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം, 15 ഇൻറ്റു 57. അതായത് 57നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 5 35, 3, 5 5 25, 3 28, 1 7 7, 5 5, 8 7 15 ഇഷ്ടം 1, 5 2 7 1 8, 855. കണ്ടോ, കഥ പോയ ഒരു പോക്ക് നോക്ക്. 855. അപ്പൊ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരവില്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ചത് തന്നെ തെറ്റ്. ഉത്തരം 855. അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് പോയായിരുന്നേ അത് വളരെ വലിയ തെറ്റ്. കാരണം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക നന്നായിരിക്കും കേട്ടോ. കാരണം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ്റെ മലയാള പരിഭാഷയിലേക്ക് മാറ്റപ്പം ചിലപ്പോൾ അർത്ഥങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായേക്കാം. ചെറിയ അർത്ഥവ്യത്യാസം മതി മാത്സിൻ്റെ ഉത്തരങ്ങളെ മാറ്റിമറിക്കാൻ. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ വന്നൊരബദ്ധം. അപ്പം ഞാൻ ചെയ്തത് അങ്ങ് ഇട്ടതാ കേട്ടോ. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അങ്ങ് ഇട്ടതാ. ആ സംഭവിക്കുന്ന ഒരു മനുഷ്യന് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഫുള്ള് ഞാൻ ആ വീഡിയോയിൽ ഇതിനകത്ത് അങ്ങ് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളു. ഓക്കെ. സംഭവം ഇത്രയേ ഉള്ളു. അതായത് ഇത് നിങ്ങൾക്കൊരു പാഠമായിക്കൊള്ളട്ടെ. എന്ത്? നിങ്ങൾ പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുവാണ്. അപ്പം അതിനകത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ട്. സ്വാഭാവികമായിട്ടും മലയാളമായിരിക്കും കൂടുതൽ കുട്ടികളും വായിച്ചു നോക്കുന്നത്. മലയാളത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചു നോക്കുക. ഇനി അല്ല, നിങ്ങൾ ക്ലാരിറ്റി കുറവൊന്നുമില്ല, നേരത്തെ ക്വസ്റ്റ്യന് ക്ലാരിറ്റി കുറവൊന്നുമില്ലായിരുന്നു, സിമ്പിളായിട്ട് നമ്മൾ വായിച്ചു ഉത്തരം ചെയ്തു, ഓപ്ഷനിലില്ല, അപ്പോഴാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിക്കാൻ പോയത്. ഓക്കെ. അപ്പോൾ അവിടെ അപകടമുണ്ട് കേട്ടോ. ക്ലാരിറ്റി കുറവൊന്നുമില്ല, പക്ഷെ ഓപ്ഷനിലില്ല. നിങ്ങൾ ഇട്ടിട്ട് പോവാതെ ആ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഉത്തരവുണ്ട് നമുക്ക് 855. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക കോഡിൽ 4 എന്നത് 24 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 4
FOUR. 4 എന്നത് 24 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 5നെ എങ്ങനെ എഴുതാന്നാ ചോദ്യം. 5. ഓക്കെ, 4നെ 24 എന്ന് എഴുതിയെങ്കിൽ 5നെ നമുക്ക് എങ്ങനെ എഴുതാം? ചുമ്മാ നോക്ക്, നമുക്ക് ഈ എഫിന്റെ ലെറ്റർ ഒന്ന് എടുത്തു നോക്കാം. എഫിന്റെ ലെറ്റർ ഓക്കെ, എഫ് 6ാമത്തെ ലെറ്റർ, O 15ാമത്തെ ലെറ്റർ, U 21ാമത്തെ ലെറ്റർ, R 18ാമത്തെ ലെറ്റർ. ശരിയല്ലേ? എഫ് A1 B2 C3 D4 അങ്ങനെ പോകുമ്പോൾ എഫ് 6ാമത്തതാ, O 15 വരും, U 21 വരും, R 18 വരും. ജസ്റ്റ് ഇതൊന്ന് കൂട്ടിയാലോ? 15 6 21 21 21 42 42 18 8 2 15 1 60 8. ഈ 60ഉം 24ഉം തമ്മിൽ കണക്ഷൻ ഒന്നും തന്നെ ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. 60 24ഉം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് വെച്ച് നമുക്ക് കഥ നടക്കത്തില്ല കേട്ടോ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതാണ്ട് ഇതിന്റെ 6, ഇതിന്റെ 5 1 എന്നുള്ള 6 ഞാനൊന്ന് എടുത്തു കേട്ടോ. 6 2 1ന്റെയും കൂടെ ഡിജിറ്റ് കൂട്ടി 3 എഴുതി, 8 1 കൂടെ കൂട്ടി 9, എന്നിട്ട് ബാക്കിയെല്ലാം ഒന്ന് കൂട്ടി 6 6 12 12 3 15 15 9 24. ഓക്കെ, 24. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഇത് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഈ ചോദ്യത്തിനകത്ത് ക്ലാരിറ്റി കുറവുണ്ട്, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കേ. ക്ലാരിറ്റി കുറവല്ല, ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഉത്തരം കമന്റ് ചെയ്തേക്ക്, മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകും. ഓക്കെ, എഫ് 6 ആണ്, I 9 ആണ്, V 22 ആണ്, E 5 ആണ്. അപ്പൊ 6 9 22ന്റെ 2 2 കൂടെ കൂട്ടുമ്പോൾ 4. ഓക്കെ, അപ്പൊ 9 6 15 15 5 20 4 24. അപ്പൊ ഇതിന് 24 തന്നെ കിട്ടുമല്ലേ? 24 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കറുപ്പിക്കുന്നില്ലേ? ഉത്തരം ഇതാണോ എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. അല്ലെ വേറൊരു ഐഡിയ ഉണ്ട്, വേറൊരു ഐഡിയ. ഈ 4ന്റെ അർത്ഥം നമുക്ക് നോക്കാം. 4 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അപ്പൊ 4നെയാണ് അവർ 24 എന്ന് വിളിച്ചേക്കുന്നത്. 5 എന്ന് പറഞ്ഞാൽ 5, 5നെ അപ്പൊ എന്ത് വിളിക്കണം? 4 24 ആണെങ്കിൽ 5. അപ്പൊ 4നെ 6 കൊണ്ട് ഗുണിക്കപ്പോഴേ 24 കിട്ടുന്നത്. അപ്പൊ 5നെ 6 കൊണ്ട് ഗുണിച്ച് നോക്ക്, 30 കിട്ടും. നിർഭാഗ്യവശാൽ 30 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഇനി വീണ്ടും ഒന്നുകൂടെ, ഈ 4നെ ആണല്ലോ അവർ 24 എന്ന് വിളിച്ചേക്കുന്നത്. അപ്പൊ 5നെ എന്ത് വിളിക്കുമെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ 4നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ഇപ്പൊ 24 കിട്ടുമെന്ന് നമുക്കറിയാം. ഈ 4ഉം 6ഉം തമ്മിലുള്ള കണക്ഷൻ 4 + 2 ആണ് 6. അപ്പൊ അതേ കണക്ക് 5 + 2 അടി, 5 + 2 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ 7 5 35. അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. ഓക്കെ, അപ്പൊ അതുമായിട്ടൊന്നും കണക്ഷൻ തോന്നുന്നില്ല കേട്ടോ. ഇത്രയേ ഉള്ളു, വേറെ ഇപ്പൊ എന്ത് പറയുന്നേ. അപ്പൊ 24-നൊരു ചാൻസ് ഉണ്ട്, ഇങ്ങനൊരു ചാൻസ്. ഇതേ നോക്കിയിട്ട് കാണുന്നുള്ളു. വേറെ 4ന് 24 ഇല്ല കേട്ടോ, വേറൊന്നും എനിക്ക് കാണുന്നില്ല. 18 6 24 24. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് കറുപ്പിച്ചിട്ടില്ല കേട്ടോ, കാരണം ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ ഇങ്ങനെ ആവണോ എന്ന നിർബന്ധമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ലോജിക്ക് ഇല്ലാത്തൊരു വഴിയാണിത്. പ്രത്യേകിച്ച് ലോജിക്ക് വെച്ച് കണ്ടെത്തിയിട്ടൊന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ചോദ്യം. ഫോട്ടോയിലെ ഒരു പെൺകുട്ടിയെ ചൂണ്ടി സനൽ പറഞ്ഞു, അവളുടെ അമ്മയുടെ സഹോദരൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏക മകനാണ്. പെൺകുട്ടിയുടെ അമ്മ സനലുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ. ഫോട്ടോയിലെ ഒരു പെൺകുട്ടിയെ ചൂണ്ടി സനൽ പറഞ്ഞു. ഇതാണ് ഫോട്ടോ, അതിനകത്തൊരു ഗേൾ ഇരിപ്പുണ്ട്. ഓക്കെ, ആ ഫോട്ടോയിലെ പെൺകുട്ടിയെ ചൂണ്ടി സനൽ പറഞ്ഞു അവളുടെ അമ്മയുടെ, അപ്പൊ അവൾക്ക് ഒരമ്മ വരണം, അവൾക്ക് ഒരമ്മ വന്ന്, അവളുടെ അമ്മയുടെ സഹോദരൻ, അപ്പൊ അവളുടെ അമ്മയ്ക്ക് ഒരു സഹോദരൻ വരണം. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏക മകനാണ്. അവളുടെ അമ്മയുടെ സഹോദരൻ, അവളുടെ അമ്മയുടെ സഹോദരൻ. ഓക്കെ, അവളുടെ അമ്മയുടെ സഹോദരൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏക മകനാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മകൻ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മകനാണ്. ഈ സഹോദരൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മകൻ. അപ്പൊ അമ്മയുടെ സഹോദരനാണ്.
ഓക്കെ, ഈ സഹോദരൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏകമകനാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏകമകൻ, കുഴപ്പമില്ല, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏകമകനാണ്. അപ്പൊ ഇയാളൊരു മകനാ. ഇയാൾ ആരുടെ ഒരു മകനാ? ആരുടെയോ ഒരു മകൻ, ഒരച്ഛൻ്റെ മകനാണല്ലോ. ഓക്കെ, ഇയാളൊരു മകനാണ്. സഹോദരൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏകമകനാണ്. അപ്പൊ ഇയാളൊരു മകനാണ്. അച്ഛൻ്റെ മകൻ. ആരുടെ അച്ഛൻ്റെ? എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ. എങ്ങനെ പറഞ്ഞേ അല്ലേ? എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏകമകനാണ്. അപ്പൊ ഇയാള് മകനാണ്, അച്ഛൻ്റെ മകൻ. ആരുടെ അച്ഛൻ്റെ? എൻ്റെ അമ്മയുടെ അച്ഛൻ. അപ്പൊ എൻ്റെ അമ്മ ഇവിടെ നിൽക്കട്ടെ. ആ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ. ഈ അമ്മ ആരുടെയാ? എൻ്റെ അമ്മ. മീൻസ് ഞാനെന്ന് പറഞ്ഞ ആരാ? സനൽ. അപ്പൊ സനലിന്റെ അമ്മയുടെ അച്ഛൻ്റെ മകനായത്. അപ്പൊ ഈ അച്ഛൻ്റെ മകൻ ഇത്. അച്ഛൻ്റെ മകളല്ലേ ഇത്? എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏകമകൻ. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏകമകൻ. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏകമകൻ. ഓക്കെ, അപ്പൊ ഇവര് സഹോദരങ്ങളായില്ലേ? ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണെന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. ഇനി എൻ്റെ അമ്മ, അപ്പൊ ഇയാൾക്ക് സഹോദരനായി. ഓക്കെ, അപ്പൊ ഈ അച്ഛൻ ആൾറെഡി അപ്പൊ 3 മക്കൾ വന്നു കഴിഞ്ഞ്. ഈ അച്ഛന് ഒരു മകനും ഉണ്ട്, 2 മകളും ഉണ്ട്. ശരിയല്ലേ? ഇനി അടുത്തത് ഏകമകനാണ്. പെൺകുട്ടിയുടെ അമ്മ. പെൺകുട്ടിയുടെ അമ്മ. ഇയാള് പെൺകുട്ടിയുടെ അമ്മ സനലിനായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ സനലിന്റെ അമ്മയുടെ സഹോദരിയല്ലേ? സനലിന്റെ അമ്മയുടെ സഹോദരി എന്ന് പറയപ്പം അമ്മയുടെ സഹോദരി എന്ന് പറയപ്പം അമ്മായി വരും അല്ലേ? അമ്മായി എന്ന് പറയാം. അമ്മായി. ഓക്കെ, അമ്മായി ഓപ്ഷനെ. പിന്നെ വേറൊരു ചാൻസും കൂടെ ഉണ്ട് കേട്ടോ. വേറൊരു ചാൻസും കൂടെ ഉണ്ട്. ഇവർ രണ്ടുപേരും ഒന്നാവാനുള്ള ചാൻസും ഉണ്ട്. ഇവർ രണ്ടുപേരും ഒന്നായിക്കൂടെ? ഇങ്ങനെ ചിന്തിച്ചൂടെ? ഇങ്ങനത്തെ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ചാൻസ് ഉണ്ട്, കുറവാ. ഇതാ കൂടുതൽ ചാൻസ് കേട്ടോ. ഇങ്ങനത്തെ ചാൻസ് ഉണ്ട്, ജസ്റ്റ് എന്ന് പറയാം. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ഒരു തെറ്റായ ചിന്താഗതിയാണ്, എന്നാലും ഒരു സാധ്യത ഞാനങ്ങ് പറയുവാണ്. നിങ്ങൾ ഇതിനോട് പ്രതികരിക്കുക കേട്ടോ. ഫോട്ടോയിൽ ഒരു പെൺകുട്ടിയെ ചൂണ്ടി സനൽ പറഞ്ഞു, അവളുടെ അമ്മയുടെ സഹോദരൻ. അവളുടെ അമ്മയുടെ സഹോദരൻ. ആ ഗേള് ഫോട്ടോയിലുള്ള അമ്മ, മദർ, അദ്ദേഹത്തിന്റെ സഹോദരൻ, ബ്രദർ എന്ന് പറയുന്ന ആള്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏകമകനാണ്. ഇയാളൊരു മകനാണ്. ഓക്കെ, ഇയാളൊരു മകനാണ്. ആരുടെ മകൻ? ഇയാളൊരു അച്ഛൻ്റെ മകനാണല്ലോ. ആ അച്ഛൻ്റെ മകനാണിതെങ്കിൽ അയാളുടെ സഹോദരിയാണിത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അച്ഛനാവുമല്ലോ, ഇയാളുടെ അച്ഛനാണല്ലോ ഇത്. എൻ്റെ അമ്മയുടെ അച്ഛനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അമ്മയ്ക്കുണ്ടായ മോനും ആയിക്കൂടെ സനല്? ചാൻസ് ഇല്ലേ? അപ്പൊ സനലിന്റെ അമ്മയുടെ അച്ഛൻ്റെ ഏകമകനാണ് ആ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരൻ. ആ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരൻ. അപ്പൊ സനലിന്റെ ആ പെൺകുട്ടിയുടെ അമ്മ ഒരാളാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയുടെ അമ്മ സനലുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? സനലിന്റെ അമ്മയായി കൂടെ? ചാൻസ് ഉണ്ട്. അത് രണ്ടുപേരാവാനും ചാൻസ് ഉണ്ട്, ഒരാളാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം വായിച്ചത് വെച്ച് ഞാൻ പറഞ്ഞതാ, പിന്നെ ഉള്ള ചിന്താഗതിയായി ഇപ്പൊ ഇവിടെ സംസാരിച്ചത്. ആദ്യം വായിച്ചത് വെച്ച് അമ്മായി നമുക്ക് കർപ്പിക്കാൻ പറ്റും, പിന്നെ ആ അമ്മ ഓപ്ഷനിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അപകടകരമായ സത്യം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും, നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതിൽ ഏത് കറുപ്പിച്ചു എന്ന് ചുമ്മാ ഒന്ന് കമന്റ് ചെയ്തേക്ക്. 8ാമത്തെ ക്വസ്റ്റ്യൻ. 1981 ഡിസംബർ 10 വ്യാഴാഴ്ചയാണെങ്കിൽ ആഴ്ചയിലെ ഏത് ദിവസമായിരിക്കും 1991 ഡിസംബർ 10? സിമ്പിൾ ക്വസ്റ്റ്യൻ. 1981 ഡിസംബർ 10 വ്യാഴമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 1991 ഡിസംബർ 10 ഏത് ദിവസമെന്നാ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് മാസവും ഡേറ്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ഈസിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് വർഷങ്ങളുടെ വ്യത്യാസം ഫസ്റ്റ് വേണം എടുക്കണം. വർഷങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1991 1981 കുറയ്ക്കണം, 10 കിട്ടും. ഇതിനോടൊപ്പം 1981 ഡിസംബർ 10 തൊട്ട് 1991 ഡിസംബർ 10 വരെ എത്ര ഫെബ്രുവരി 29 വരുമെന്ന് നോക്കണം. ഫെബ്രുവരി 29 വരുന്നത് എവിടെ? ലീപ്പ് ഇയർ. ഇപ്പൊ ലീപ്പ് ഇയർ രണ്ടെടുത്താൽ മതി. 1981 ലീപ്പ് ഇയർ ആണോ? അല്ലല്ലോ. അല്ല. 82 ലീപ്പ് ഇയർ ആണോ? അല്ലല്ലോ. അല്ല. 83 അല്ല, പക്ഷെ 84 ലീപ്പ് ഇയർ ആണ്.
1984 ലീപ്പ് ഇയർ ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ വരുന്നതാണ് ലീപ്പ് ഇയർ. അപ്പൊ 1984 ലീപ്പ് ഇയർ ആണെങ്കിൽ പിന്നെ അടുത്ത ലീപ്പ് ഇയർ 1988, അടുത്തത് 1992. ഇത് 91 വരെ നോക്കിയാൽ മതി. അപ്പൊ 2 എണ്ണം വരും, 2. അങ്ങനെ 10 + 2 12. ഈ 12 ഇവിടെ കൂട്ടിയാൽ മതി. പക്ഷെ ദിവസമാണല്ലോ 7 എണ്ണം വെച്ച് റിപ്പീറ്റ് ആവുന്നതുകൊണ്ട് ഈ 12നെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 7 7 5 ശിഷ്ടം എന്ന് വരും. ഈ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം എടുത്ത് ഇവിടെ കൂട്ടിയാൽ മതി. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടിയെടുക്കുക 12, അതിനെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുത്ത് ഇവിടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദിവസം കിട്ടും. അപ്പൊ വ്യാഴം കഴിഞ്ഞ് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. അപ്പൊ ഉത്തരം ചൊവ്വ എന്ന് വരും. ചൊവ്വാഴ്ച എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി. ഓക്കെ. 9ാമത്തെ ചോദ്യം. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്ന് വലത്തോട്ട് തിരിയുന്നു. 3 കിലോമീറ്റർ നടന്ന ശേഷം അയാൾ ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടക്കുന്നു. തുടർന്ന് അയാൾ 9 കിലോമീറ്റർ നേരെ തിരിഞ്ഞു പോകുന്നു. ഇപ്പോൾ അയാൾ ആരംഭ സ്ഥാനത്ത് നിന്ന് ഏത് ദിശയിലാണ്? ഓക്കെ, നമുക്ക് പടം വരയ്ക്കാതെ അങ്ങ് ചെയ്യാം. ESWN എന്ന് എഴുതാം. ESWN, ഈശ്വരന്റെ സ്പെല്ലിംഗ് ഓർത്താൽ മതി. ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുക. നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് എടുക്കുക. അതിനകത്ത് ഡയറക്ഷന്റെ ഫോൾഡറിലെ ഫസ്റ്റ് വീഡിയോ എങ്കിലും ഒന്ന് സമാധാനത്തിൽ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അപ്പൊ ESWN എന്ന് എഴുതുക. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടക്കുന്നു. അപ്പൊ തെക്കെന്ന് പറഞ്ഞാൽ സൗത്തിലോട്ട് 4 കിലോമീറ്റർ നടന്നു. വലത്ത് തിരിയുന്നു, എന്നിട്ട് വലത്ത് തിരിയുന്നു. വലത്ത് എന്ന് പറഞ്ഞാൽ സൗത്തിന്റെ വലത്ത്, വെസ്റ്റിലോട്ട് പോയെന്ന അർത്ഥം. സൗത്തിന്റെ വലത്ത് വെസ്റ്റിന്റെ വലത്ത് നോർത്തിന്റെ വലത്ത് ആരുമില്ല, അപ്പൊ ഈസ്റ്റ് വരും കേട്ടോ. അപ്പൊ സൗത്തിന്റെ വലത്തിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്, വെസ്റ്റിലോട്ട് തിരിഞ്ഞ്, എന്നിട്ട് 3 കിലോമീറ്റർ നടന്ന്. അപ്പൊ അവിടെ ഒരു 3 എഴുതുന്നു. ശേഷം അയാൾ ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ പോയി. അതായത് വെസ്റ്റിന്റെ ഇടത് ഭാഗം സൗത്തി 4 കിലോമീറ്റർ പോയി. ഓക്കെ, സൗത്തി 4 കിലോമീറ്റർ പോയി. തുടർന്ന് അയാൾ 9 കിലോമീറ്റർ നേരെ തിരിഞ്ഞു പോകുന്നു. അതായത് നേരെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്ന ആള് നേരെ തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ള് ബാക്കിലോട്ട് അങ്ങ് തിരിഞ്ഞ്, എന്നിട്ട് 9 കിലോമീറ്റർ പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിലവിൽ നമ്മൾ സൗത്തിലോട്ടല്ലേ അയാൾ പൊക്കോണ്ടിരുന്നേ. അപ്പൊ നേരെ തിരിഞ്ഞെന്ന് പറഞ്ഞാൽ സൗത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരും. മീൻസ് നോർത്തിലോട്ട് അയാൾ 9 പോയെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അയാൾ ഇടത്ത് തിരിഞ്ഞ് 4 കിലോമീറ്റർ പോയി. അപ്പൊ ഈ 4 നമ്മൾ എഴുതി നിർത്തിയേക്കുന്നത്, മീൻസ് സൗത്തിലെ നമ്മൾ എഴുതി നിർത്തിയേക്കുന്നത്. പിന്നെ അയാൾ തിരിഞ്ഞൊരു 9 കിലോമീറ്റർ നടന്നു. എങ്ങോട്ട് നടന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സൗത്തിലോട്ടായിരുന്നു അയാൾ പൊക്കോണ്ടിരുന്നത്. അയാൾ നേരെ തിരിഞ്ഞ് നോർത്തിലോട്ട് 9 കിലോമീറ്റർ നടന്നു. അങ്ങനെ എവിടെ പോയി ഇപ്പൊ നിൽപ്പുണ്ട് പുള്ളിക്കാരൻ. ഇപ്പൊ എവിടെ പോയി നിൽക്കുക. ഇനി ഇപ്പോൾ അയാൾ ആരംഭ സ്ഥലത്ത് നിന്ന് ഏത് ദിശയിലാണെന്നാണ് ചോദ്യം. ആരംഭ സ്ഥലത്ത് നിന്ന് ഏത് ദിശയിലാണ്? അപ്പൊ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം. എങ്ങനെ ബാലൻസ് ചെയ്യുന്നേ? എതിർ ദിശകൾ തമ്മിൽ കുറയ്ക്കണം. ഈസ്റ്റിനകത്തുള്ള മൂല്യം 0 വെസ്റ്റിനകത്തുള്ള മൂല്യം 3. അപ്പൊ 3ഉം 0ഉം തമ്മിൽ കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 3 കിട്ടും. അത് കൂടുതലുള്ള സ്ഥലത്ത് താഴോട്ട് എഴുതണം 3. പിന്നെ സൗത്തി മൊത്തം 8 ഉണ്ട്, നോർത്തി 9 ഉണ്ട്. അപ്പൊ തമ്മിൽ കുറയ്ക്കണം. 9ൽ നിന്ന് 8 കുറയ്ക്കണം. എതിർ ദിശകൾ തമ്മിൽ കുറച്ച് കൂടുതലുള്ളടുത്ത് എഴുതുക. എതിർ ദിശകൾ തമ്മിൽ കുറച്ച് കൂടുതലുള്ളടുത്ത് എഴുതുക. ഇവിടെ 9 ഉണ്ട്, ഇവിടെ 4 4 8, തമ്മിൽ കുറയ്ക്കപ്പോൾ 1 കിട്ടും. കൂടുതലുള്ള നോർത്ത് അല്ലേ, 1 എഴുതുക. ഈ 2 നമ്പറുകൾ അവശേഷിച്ചത് എവിടൊക്കെയാണോ അതിനെ ചേർത്ത് പറയുന്നതാണ് ആരംഭ സ്ഥലത്ത് നിന്നുള്ള അയാളുടെ ദിശ. ചിലപ്പോൾ ഇവിടെ ഒരെണ്ണേ വരൂ, അങ്ങനെയാണെങ്കിൽ അതാ ദിശ. അപ്പൊ ഈ 2 നമ്പറുകൾ എവിടൊക്കെയാണ് വന്നേക്കുന്നത്? വെസ്റ്റും നോർത്തും. നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. അപ്പൊ അയാൾ വടക്ക് പടിഞ്ഞാറായിരിക്കും. വടക്ക് പടിഞ്ഞാറ്. ആരംഭ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അയാൾ വടക്ക് പടിഞ്ഞാറായിരിക്കും. ഓപ്ഷൻ ഡി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. പടം വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കത്തില്ല. ആദ്യം കേൾക്കുമെന്ന് ഒരിക്കലും ഓക്കെ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു പ്ലേലിസ്റ്റിൽ പോവുക, ഫസ്റ്റ് വീഡിയോ അത് മാത്രം കണ്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ സെക്കൻഡ് വീഡിയോയും 3rd വീഡിയോയും 4th വീഡിയോ ഒക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ അടുത്ത 10ാമത്തതും അവസാനത്തതുമായ ചോദ്യം. 12 മണിക്കൂർ ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിഫലനം 2:35 കാണിക്കുന്നുവെങ്കിൽ യഥാർത്ഥ സമയത്തിലാണ്. അപ്പോൾ ഒരു ക്ലോക്ക് അത് കണ്ണാടിയിൽ കാണിച്ച സമയം 2:35 മീൻസ് അതിന്റെ പ്രതിബിംബ സമയം 2:35 യഥാർത്ഥ സമയം. നിങ്ങളിത് 11:60 എന്ന് കുറച്ചാൽ മതി. എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണല്ലോ. 11:60 എന്ന് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഉത്തരം. അപ്പൊ 10 ൽ 5 പോയാൽ 5, 5ൽ നിന്ന് 3 പോയാൽ ഒരെണ്ണം പോയല്ലോ. അപ്പൊ 5ൽ നിന്ന് 3 പോയാൽ 2, 11ൽ നിന്ന് 2 പോയാൽ 9. 9:25 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. അത്രയേ ഉള്ളൂ, തീർന്നു. ഓക്കെ, അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒറ്റ പോയിന്റ്, നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോകുന്ന പല പരീക്ഷയിലെയും ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
മറ്റൊരു പോയിന്റ് കൂടെ, ഇൻ കേസ് ഞാൻ ഏതെങ്കിലും വിട്ടുപോയാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക, ഇന്ന പരീക്ഷ നടന്നിട്ടുണ്ടെന്ന്, വിട്ടുപോയാൽ മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ തപ്പി പിടിച്ചെടുത്ത് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നന്ദി.